ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് ചിത്രമൊക്കെ വരച്ച് വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ഇങ്ങനെ സ്ഥിരമായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ വരും. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് വേണ്ടിയിട്ട് മൈൻഡൊക്കെ ഒരു 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 പ്രത്യേക അവസ്ഥയിൽ നിൽക്കുമ്പോൾ എപ്പോഴും നല്ലത് വെറുതെ ചുമ്മാ ഇങ്ങനെ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി വരയ്ക്കലൊക്കെ ആയി ഒരു അബ്സ്ട്രാക്റ്റ് ഫോമിൽ എന്തെങ്കിലും, പ്രത്യേകിച്ച് ഒരർത്ഥവും വേണ്ട, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു സഹായവും വേണ്ട, വെറുതെ എന്തെങ്കിലും ഇങ്ങനെ വരയ്ക്കുക. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു എക്സർസൈസാണ്. അതിന് പറ്റിയ മീഡിയം ചാർക്കോൾ തന്നെയാണ്. ഞാൻ ചിലപ്പോൾ വല്ലാതെ മടുക്കും ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേ ചെയ്യും. സംഗതി നമ്മൾ ഒരുപാട് നിറങ്ങളൊക്കെ ഇപ്പോൾ അക്രിലിക്കായിട്ട്, വാട്ടർ കളറാകട്ടെ, ഓയിൽ പെയിൻ്റ് ആകട്ടെ, പലതും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ക് അതിൻ്റെ ഒരു 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 അത് ഉപയോഗിച്ചപ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സുഖം അത് വേറെ തന്നെയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ. നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഇതിപ്പോൾ ചിത്രകലയിലായാലും ഏത് മേഖലയിലായാലും അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. അതായത് സ്ഥിരം ഉപയോഗിക്കുന്ന നിറങ്ങൾ ഒഴിവാക്കുക, സ്ഥിരം ഉപയോഗിക്കുന്ന പാറ്റേൺസ് ഒഴിവാക്കുക. എന്ന് വെച്ചാൽ സ്ഥിരം വരയ്ക്കുന്ന വേഗത, സ്പീഡിൽ വരെ മാറ്റം വരുമ്പോൾ, ഇപ്പോൾ വളരെ വേഗതയിൽ സ്ട്രോക്ക് ഇടുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായമില്ലാതെ പലതും അവിടെ കയറി വരും. പിന്നെ പിന്നെ നമുക്കത് ഒരു ചിത്രമായിട്ട് രൂപം മാറ്റിയെടുക്കണമെന്ന് തോന്നിയാൽ പതിയെ പതിയെ ഉപബോധ മനസ്സിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവും. പതിയെ അത് രൂപത്തിലേക്ക് വരും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ അവസാനം ചെയ്തു വന്ന് എത്തിയിരിക്കുന്ന ഒരു സാധനം ഇതാ ഫൈനലി ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വരച്ചു തുടങ്ങിയ സമയത്ത് അറിയാം നമ്മളൊന്നും പ്ലാൻ ചെയ്തല്ല വരച്ചത്, എന്തൊക്കെയോ വരച്ച് ചെയ്തു ഇങ്ങനെ പോവുമായിരുന്നു. പിന്നെ പതിയെ 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 അതൊരു പല നിറങ്ങളും വന്നു, രൂപങ്ങളും വന്നു. അപ്പോൾ ഒരു നമ്മുടെ ചിത്രത്തിൽ തന്നെ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നമുക്കൊരു സഹായമായ രീതിയാണ്. അപ്പോൾ